കോഴിക്കോടുകാരുടെ നെഞ്ചിൽ മാത്രമല്ല പ്ലേറ്റിലുമുണ്ട്. അതായത് ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് ആവേശം കൂട്ടാൻ ഈ വെറൈറ്റി രുചിക്കൂട്ടൊക്കെ പരീക്ഷിക്കുകയാണ് ആദാമിന്റെ ചായക്കട. മെസ്സിയുടെ അർജന്റീനയും യമാലിന്റെ സ്പെയിനും തമ്മിൽ ഇങ്ങനെ കളിക്കളത്തിൽ ഏറ്റുമുട്ടുമ്പോൾ അടുക്കളയിൽ അവർക്കൊക്കെയായി പ്രത്യേക വിഭവങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ട്. കോഴിക്കോട്ടെ ആദാമിന്റെ ചായക്കടയിലാണ് ഞാനുള്ളത്. ഇവിടെ ഈ പുട്ടുകുറ്റിക്കകത്ത് നല്ല പുട്ടിങ്ങനെ ചൂടോടെ വേവുന്നുണ്ട്. ഈ പുട്ടിന് പിന്നിൽ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. അത് അർജന്റീന കൊണ്ടുപോകുമോ അതോ സ്പെയിൻ ആയിരിക്കും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനിടയിൽ ഈ ഫുട്ബോൾ ആവേശം ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരിലേക്കും പകർന്നു നൽകുകയാണ് ആദാമിന്റെ ചായക്കട. അനീസ്ക, എങ്ങനെയാണ് ഈ ഭക്ഷണവും ഫുട്ബോളും കൂടെ മിക്സ് ചെയ്യാനുള്ള ഒരു ഐഡിയ വന്നേ? ഭക്ഷണം നല്ല, അതായത് പ്രത്യേകിച്ച് ലേറ്റ് നൈറ്റ് ആണല്ലോ, അപ്പോൾ നമുക്കൊരു എനർജി വേണം ഈ കളി കാണാൻ, ഉറക്കവും കരുതല്ലോ. അപ്പം നമുക്കത് ഫുഡൊന്ന് നല്ലൊന്ന് ചൂട് പിടിപ്പിച്ചാലല്ലേ ആവേശം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ ചെയ്തത്. അപ്പം ഫൈനൽസുള്ള 2 ടീമിൻ്റെ പേരിൽ 2 പുട്ടും പിന്നെ അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞങ്ങൾ ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും ഒക്കെ കൊടുക്കുന്നത്. അതെല്ലാം കൂടി കുഴച്ച് കഴിക്കുമ്പോൾ, അതായത് 2 ടീമിനും തുല്യ പ്രാതിനിധ്യം കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അത് രണ്ടും കൂടി ഇങ്ങനെ കുഴച്ചിട്ട് വരുമ്പോഴുള്ളൊരു രസത്തിൽ കളി കാണുമ്പോൾ വേറെ തന്നെ ഒരു ഹരമായിരിക്കും. അതിനാണ് ഞങ്ങളിത് ചെയ്തത്. അത് ഞങ്ങൾ അതേപോലെ തന്നെ നെയ്ച്ചോറിലും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന് ഒരു കളർ ഒക്കെ തിരഞ്ഞെടുത്ത് എങ്ങനെയാണ്, എന്തൊക്കെ ഐറ്റംസ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്? ഇത് നിങ്ങൾ ഈ കാണുന്നത് ബീട്രൂട്ടിൻ്റെ പൾപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ആ പുട്ടിൻ്റെ പൊടിയിൽ നമ്മളത് മിക്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇത് മഞ്ഞൾപ്പൊടിയാണ്, അത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾ കിട്ടും. ഈ ബ്ലൂ കളർ വന്നത് നമ്മൾ ബ്ലൂ പീ ഫ്ലവർ, ശംഖുപുഷ്പം എന്ന് പറയുന്ന ആ ഒരു ഫ്ലവറിൻ്റെ എക്സ്ട്രാക്റ്റ്, അതായത് അത് ബോയിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വേറെ കളേഴ്സായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നല്ല കറുത്തയും നല്ല മൊരിഞ്ഞയും ബീഫാണ് അതിൻ്റെ കൂടെ ഞങ്ങൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ അർജന്റീന നെയ്ച്ചോറ്, ഇത് അർജന്റീന നെയ്ച്ചോറാണ്. ഇത് മെസ്സിൻ്റെ നെയ്ച്ചോറാണ്. ഇത് എതിർ ടീമിൻ്റെ ഇതിലേക്ക് സ്പെയിനിലേക്ക് വേണ്ടി നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്ത ഇതും ഇതേപോലെ തന്നെ മഞ്ഞ കളറും, ഈ മഞ്ഞ വന്നത് മഞ്ഞളിൽ നിന്നാണ്, ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റിൽ നിന്നാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു മനസ്സ് തൃപ്തികൊണ്ട് വേണമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അതിലേക്കുള്ള ആവേശത്തിൻ്റെ ഇതുകൊണ്ടാണ് അറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കുമ്പോൾ. ഫൈനൽ കഴിഞ്ഞാലും ഫുഡ് പിന്നെ ഉണ്ടാവോ? തിങ്കളാഴ്ച ഉണ്ടാവും. ആരാണ് ജയിക്കുന്നത് അവരുടെ പുട്ടുണ്ടോ അവരുടെ നെയ്ച്ചോറുണ്ടോ. ഏതായാലും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവുമല്ലോ, അർജന്റീനയാണോ സ്പെയിനാണോ? അർജന്റീനൻ ഫാൻ ആണെങ്കിലും ഒരു മാറ്റം വന്നാൽ സങ്കടപ്പെടില്ല. അർജന്റീന പുട്ട് മാത്രമാണോ കഴിച്ചേ? ഞാൻ കഴിച്ചത് 2ഉം കഴിച്ചു. പക്ഷേ ഞാൻ ആ ബീഫിൻ്റെ കോമ്പിനേഷൻ എനിക്ക് ആ ഒരു ഉപ്പും പുളിയും കിട്ടിയപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു അർജന്റീന കപ്പ് കൊണ്ടുപോകുന്ന. അനീസ് കൂടുതൽ സ്പെയിൻ്റെ പുട്ടിട്ടപ്പോഴാണ് എനിക്ക് ഉറപ്പാണ് സ്പെയിൻ ജയിക്കുന്നത്, ഒരു ഗോളിന് ഒരു സംശയം വേണ്ട. അതാണ് അർജന്റീൻ്റെ പുട്ട് ബാക്കി വെച്ചേ തോക്കുന്നു തോന്നിക്കുന്നു ഇപ്പം ആദ്യം തന്നെ. ഇവിടെ കുറച്ച് സ്പെയിൻ്റെ പുട്ട് ബാക്കിയുണ്ട്. നമ്മൾ അങ്ങനെയാണ് ലാസ്റ്റ് ടൈമിലെ ഗോൾ അടിക്കുള്ളൂ, അതേമാതിരി ലാസ്റ്റേ കഴിക്കുള്ളൂ. ഞാൻ ആദ്യം ഒന്ന് അർജന്റീന ഇട്ട് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. എന്താ ഇത് തുല്യമായുള്ള കോമ്പിനേഷനിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ നെയ്ച്ചോറിൻ്റെ ഒറിജിനൽ കളർ വന്നത് അർജന്റീനയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജയിക്കൽ ചിലപ്പോൾ ഓരോ തന്നെ ആയിരിക്കും, ഇത് അർജന്റീന കൊണ്ടുപോകും. നെയ്ച്ചോറ് കഴിച്ചിട്ട് അർജന്റീന ഇത്തവണ ട്രോഫി കൊണ്ടുപോകുന്ന ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പെയിൻ എന്ത് ചെയ്യും? ഒരു സംശയം വേണ്ട സ്പെയിൻ എന്നാന്നുള്ള കാര്യത്തിൽ. ഒരു ഗോൾ 1-0 ആയിരിക്കും. വലിയ വെല്ലുവിളി ഇങ്ങനെ വീണ്ടും ഉയർത്താണ് കേട്ടോ. ആരും വെല്ലുവിളിച്ചാലും ഞങ്ങൾ വേറെ നല്ലെന്ന് അറിയുന്നുണ്ട്. ഞങ്ങൾ ആസ്വദിച്ച് ഈ കളി കാണും. ഫുട്ബോൾ ആവേശം എങ്ങനെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ആശയമാണ് ഈ കാണുന്ന പുട്ടിനും നെയ്ച്ചോറിനും പിന്നിൽ. ഏതായാലും മത്സരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2010 ശേഷം സ്പെയിൻ വീണ്ടും ലോകകപ്പ് നേടുമോ അതോ അർജന്റീന വീണ്ടും ലോകകപ്പ് ഉയർത്തുമോ എന്നുള്ള ആവേശത്തിലാണ് പ്രേക്ഷകരൊക്കെ തന്നെയും ഉള്ളത്. വേണുവിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.